ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഇടിയപ്പമാണ്. ഈ കളർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഞാനിതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രത്യേകിച്ചും കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ശരി, ചില പച്ചക്കറികളൊക്കെ കഴിക്കാത്ത ആളുകൾക്ക് ഇതേപോലെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണവും കിട്ടും. ഇതിപ്പോൾ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ, അനീമിയുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പതിവായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്കത് ഏത് ഫുഡിൽ വേണേലും ഉൾപ്പെടുത്താൻ പറ്റും. നല്ല അയൺ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ ഒത്തിരി ന്യൂട്രിയൻസ് ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് ബീട്രൂട്ടിൽ. അപ്പോൾ ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റിലേക്കാണ് നമ്മൾ പൊടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളത്തിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കുന്നത്, അതായത് ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. ആ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു പേസ്റ്റ് കൂടി മൊത്തം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറൊരു സിമ്പിൾ മെത്തേഡുണ്ട്. അതായത് ഇടിയപ്പം തയ്യാറാക്കാൻ എടുക്കുന്ന ആ വെള്ളം 1.5 കപ്പാണെങ്കിൽ അത് ആ വെള്ളം എടുത്ത് നമ്മളിതുപോലെ പാനിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബീട്രൂട്ടിൻ്റെ ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല കളറും വരും, ബീട്രൂട്ടിൻ്റെ ക്വാളിറ്റിയും വരും. കളർ വരുമെന്നുണ്ടെങ്കിലും ബീട്രൂട്ടിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ അരച്ച് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ബീട്രൂട്ട് മൊത്തം നമ്മുടെ ശരീരത്തിലെത്തുകയും അതിന് നല്ല ഗുണങ്ങൾ ഫുള്ളായിട്ട് അത് കഴിക്കുമ്പോൾ മാത്രമാണ്. മറ്റേതാണെങ്കിൽ ജസ്റ്റ് കളറ് മാത്രം കിട്ടത്തേ ഉള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഇടിയപ്പത്തിനുള്ള പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പൊടിക്ക് 1 കപ്പ് അളവിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടുന്നത്. അപ്പോൾ ഓരോ ബ്രാൻഡുള്ള പൊടിക്കും എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് വ്യത്യാസമായിരിക്കും. ഇനി നിങ്ങൾ വീട്ടിൽ മില്ലിലൊക്കെ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനും വ്യത്യാസമായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പം അഥവാ അല്പം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഏകദേശം അവസാന ഭാഗമായി വരുമ്പോഴത്തേക്ക്, അതായത് ഇതൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് വെള്ളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ കൂടി നമ്മളൊന്ന് പാനിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ വരുന്ന വെള്ളമയമെല്ലാം മാറി നമുക്ക് കറക്റ്റ് പരുവം എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു സമയത്തേക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയാൽ മതി. അത് കറക്റ്റ് പരുവം റെഡിയായി കഴിയുമ്പോൾ പാനിൽ തന്നെ വെക്കരുത്, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂട് കൊണ്ട് ഈ ഒരു നമ്മുടെ മാവ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ വെള്ളപ്പൊടിയുടെ നമ്മൾ ചേർത്ത് കൊടുത്ത ആദ്യം കൊടുത്ത അരിപ്പൊടിയുടെ ആ വെള്ള കളറുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ആ പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചൂടൊക്കെ മാറിയതിന് ശേഷം നല്ലതുപോലെ കൈവച്ച് ഇതേപോലെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്തുകൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ല, കറക്റ്റ് പരുവത്തിനുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം സെയിമാണ്. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ചെറിയ ബോൾസായിട്ട് സേവനാഴിയിൽ ഇതിട്ട് കൊടുത്ത് നമുക്ക് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇടയ്ക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇഷ്ടം അതേ രീതിയിൽ നിങ്ങൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ്. ഇതിനിപ്പം നിങ്ങൾക്ക് ടേസ്റ്റിനൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് സംശയം തോന്നുന്ന ആളുകൾക്ക് ടേസ്റ്റിന് യാതൊരു രീതിയിലുള്ള വ്യത്യാസവും ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വരത്തില്ല. നിങ്ങൾക്കിപ്പം മൊത്തം ഒരു ബീട്രൂട്ട് ഫുൾ ഉപയോഗിക്കാതെ വേണമെങ്കിൽ അതിൻ്റെ ഹാഫ് ഉപയോഗിച്ച് ആ രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്നത് പോലെ ഞാനിപ്പോൾ ഇത് സേവനാഴി വെച്ച് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെറിയ ഇഡ്ഡലിത്തട്ടിൽ ചെറിയ ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റീമറിൻ്റെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് വലിയ പീസസ് ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഹെൽത്തി വേർഷനിലുള്ള ഒരു ഇടിയപ്പമാണ്. എല്ലാ പ്രാവശ്യം തയ്യാറാക്കില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ വെജിറ്റബിൾസ് കൂടി ചേർത്തിട്ട് നമ്മളുടെ പലഹാരങ്ങളിലോ കറികളിലോ ഒക്കെ ഒരു വ്യത്യാസം വരുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്